നരേന്ദ്രമോദി കള്ളം പറഞ്ഞോ? എനിക്കൊരു സംശയം. കാരണം ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നു മോദി പറഞ്ഞത് കള്ളമാണ്. മോദി പറഞ്ഞത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്ന കാര്യത്തിൽ നെഹ്റു മുതൽ അവസാനത്തെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി വരെ എതിരായിരുന്നു. നെഹ്റു സംവരണത്തിന്, പിന്നാക്ക സംവരണത്തിന് എതിരായിരുന്നു എന്നാണ് മോദി പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും നെഹ്റു നിലപാടെടുത്തിട്ടില്ല. മോദി പച്ചക്കള്ളം പറയുന്നുവെന്ന് ഖാർഗെ, മാപ്പും പറയണമെന്ന് ഖാർഗെ പറയുന്നു. ഇതിലേതാണ് സത്യം? അതായത് മോദി ശനിയാഴ്ച ലോക്സഭയിൽ പറഞ്ഞത് നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ സംവരണത്തിന് എതിർത്തിരുന്നു. പിന്നാക്ക പട്ടികജാതി വർഗ സംവരണത്തിന്, അതിന് ചരിത്രം സാക്ഷിയാണ് എന്നും മോദി പറഞ്ഞിരുന്നു. നെഹ്റു കോൺഗ്രസ് ആ കാലത്ത് മുഖ്യമന്ത്രിമാർക്ക് ദീർഘമായ കത്തുകൾ എഴുതുമായിരുന്നു. അപ്പോൾ സംവരണത്തിന് എതിർത്തും എഴുതിയിരുന്നു. ഇതിൻ്റെ പേരിൽ ഇത് വസ്തുതാവിരുദ്ധമാണ്, മോദി മാപ്പ് പറയണമെന്നാണ് ഖാർഗെ ഇന്നലെ ആവശ്യപ്പെട്ടത്. അപ്പോൾ മോദി മാപ്പ് പറയേണ്ടതില്ല. മാപ്പ് പറഞ്ഞത് സത്യമാണ്. നെഹ്റു പട്ടികജാതി വർഗ സംവരണത്തിനെതിരായിരുന്നു. ദ്വൈവാര കത്തുകൾ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് അയക്കുമായിരുന്നു. 1-ാം തീയതിയും 15-ാം തീയതിയുമാണ് ഈ കത്തുകൾ എഴുതിയിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ മരണത്തിന് മുമ്പ് വരെ നെഹ്റു ഇത് തുടർന്നുകൊണ്ടിരുന്നു. ഗുരുതരമായ ഭവിഷ്യത്തുകൾ നമ്മൾ ഒന്നിച്ചാണ് തരണം ചെയ്യേണ്ടത് എന്ന് ആദ്യത്തെ കത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഈ ഇൻറ്ററാക്ഷൻ നടക്കുന്നത്. ഇങ്ങനെ 400 കത്തുകൾ മുഖ്യമന്ത്രിമാർക്ക് നെഹ്റു എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ സമാഹരിച്ചിട്ടുമുണ്ട്. ഇതിൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് ശേഖരിച്ച 1985 ഇത് പ്രസിദ്ധീകരിച്ചു. അതിന് മുഖവര എഴുതിയിരിക്കുന്നത് രാജീവ് ഗാന്ധിയാണ്. ഇതെങ്ങനെയാണ് ഈ കത്ത് എഴുതാൻ തുടങ്ങിയതെന്നൊക്കെ രാജീവ് ഗാന്ധിയുടെ മുഖവരയോടുകൂടിയാണ് ഈ കത്തുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഉണ്ടാവില്ല, ഇങ്ങനൊരു വിവരവും ഉണ്ടാവില്ല. രാഹുൽ ഗാന്ധിക്ക് പഠിക്കുകയായിരിക്കും ഖാർഗെ. രാജീവ് ഗാന്ധി ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല. അതെ, അതെനിക്ക് ആ ഫോർവേഡ് വായിച്ചപ്പോൾ അങ്ങനെ തോന്നി. ഇതൊന്നും അതിൽ പരാമർശിച്ചിട്ടില്ല. 1961 ജൂൺ 27 മുഖ്യമന്ത്രിമാർക്ക് നെഹ്റു എഴുതിയ കത്ത്. ഈ കത്ത് ആയിരിക്കും മോദി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇതിൽ നെഹ്റു പറയുന്നത് ഞാൻ വായിക്കാം. പാരമ്പര്യ കുരുക്കുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. പഴയ ശീലമാണ് ഒരു പ്രത്യേക ജാതിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് സംവരണം കൊടുക്കണം എന്ന് പറയുന്നത്. പഴയ ശീലം മാത്രമാണ്. പ്രത്യേക അവകാശങ്ങളൊന്നും അങ്ങനെ ആർക്കും ആവശ്യമില്ല. അടുത്ത കാലത്ത് മുഖ്യമന്ത്രിമാർ പങ്കെടുത്തൊരു യോഗം ഇവിടെ ദേശീയോദ്ഗ്രഥനം ചർച്ച ചെയ്യാനായിട്ട് കൂടിയിരുന്നു. ജാതിയല്ല, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സംവരണം എന്നപ്പോൾ തീരുമാനം എടുത്തിരുന്നു. സാമ്പത്തിക അടിസ്ഥാനത്തിലായിരിക്കണം, സമുദായം നോക്കിയല്ല. സാമുദായിക സംവരണം തീർന്നു, തീരുമാനമെടുത്തിരുന്നു നാഷണൽ ഇന്റഗ്രേഷൻ അല്ലേ മീറ്റിംഗില്. SC/ST സഹായത്തിന് ചില നിയമങ്ങൾ, ശീലങ്ങൾ എന്നിവയാൽ നാം കെട്ടിയിടപ്പെട്ടു. അവർക്ക് സഹായം വേണം, അത് സമ്മതം, സഹായം വേണം. എന്നാൽ ഒരു തരത്തിലുള്ള സംവരണവും എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് സേവന മേഖലകളിൽ. കഴിവുകേട്, രണ്ടാം തരം നിലവാരം എന്നിവയിലേക്ക് നയിക്കുന്ന എന്തിനോടും ഞാൻ ശക്തമായി വിയോജിക്കും. സംവരണം നടപ്പാക്കിയ മെറിറ്റ് ഉണ്ടാവില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. 1-ാം നിര രാജ്യം ആകണം നമ്മൾ എല്ലാ കാര്യത്തിലും. രണ്ടാം തരം കാര്യങ്ങൾ, നിലവാരം, അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ എല്ലാം തീർന്നു. സംവരണം കൊടുത്താൽ രണ്ടാം തരമായി പോകും. നല്ല വിദ്യാഭ്യാസം, സാങ്കേതിക കാര്യങ്ങൾ ഒക്കെ അവർക്ക് പഠിപ്പിക്കാം. നല്ല വിദ്യാഭ്യാസം കൊടുക്കാം, സാങ്കേതിക കാര്യങ്ങൾ പഠിപ്പിക്കാം. പക്ഷെ ഈ ഓരോ താങ്ങുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കില്ലേ, കൈയിന് കാലിനും ഒക്കെ, നടക്കാൻ വയ്യാത്തവർക്ക്. അങ്ങനത്തെ താങ്ങുകൾ ശരീരത്തെ ബാധിക്കും എന്ന് പറഞ്ഞാൽ രാഷ്ട്ര ശരീരത്തെ ബാധിക്കും. സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് മികച്ചവർക്ക് എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കുന്നവർക്ക്, ബ്രൈറ്റ് സ്റ്റുഡൻസ്, അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരെ രാഷ്ട്രത്തിൻ്റെ നിലവാരം ഉയർത്തും.
സംവരണത്തിന് പോയാൽ, അതായത് മതം, ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംവരണത്തിന് പോയാൽ രണ്ടാം തരം, മൂന്നാം തരം ആളുകളെ കിട്ടും. സാമുദായിക തലത്തിൽ സംവരണം നടപ്പാക്കുന്നത് സങ്കടകരമാണ്. ഉദ്യോഗ കയറ്റം ആ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതും ഖേദകരമാണ്. ഇത് അസംബന്ധവും ദുരന്തവുമാണ്. പിന്നാക്കക്കാരെ എല്ലാവിധവും സഹായിക്കാം, പക്ഷെ കഴിവ് ബലി കഴിച്ചിട്ട് വേണ്ട. സംവരണം മാറ്റാനായിട്ട് പിന്നെ നീക്കമൊന്നും ഉണ്ടായില്ല. നെഹ്റുവിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണെങ്കിലും അങ്ങേര് മരിക്കുന്നവരെ ഈ പട്ടികജാതി സംവരണം നീക്കമൊന്നും ചെയ്തില്ല. കാരണം റിക്രൂട്ട് ചെയ്യുന്നില്ലല്ലോ, നീക്കേണ്ട കാര്യമില്ല. സംവരണം അവസാനിപ്പിക്കാൻ എനിക്കിഷ്ടം. ഇന്നത്തെ നിലയിൽ പട്ടികജാതിക്ക് സംവരണം വേണ്ടി വരും എന്നും പിന്നീട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എതിർക്കുകയൊന്നും ചെയ്തില്ല നെഹ്റു. പട്ടികജാതിക്ക് 12.5%, STക്ക് 5% സംവരണം അന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അത് അംബേദ്കർ ആ പ്രസ്താവനയിൽ ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ള പ്രസ്താവനയിൽ അംബേദ്കർ പറയുന്നുണ്ട്, നെഹ്റുവിൻ്റെ കാലത്ത് ഈ റിക്രൂട്ട്മെൻറ്റ് 12.5% ഒന്നും നടന്നിട്ടില്ല, ഇത് മുഴുവൻ കാലിയായിട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടികജാതി വാക്കൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അഭിപ്രായം ഇതായിരുന്നു, സംവരണം ആവശ്യമില്ല എന്നായിരുന്നു. നെഹ്റു സംവരണത്തിനെതിരായിരുന്നു, പട്ടികജാതി വർഗ സംവരണത്തിന് എതിരായിരുന്നു. രണ്ടാം തരം, മൂന്നാം തരം പൗരന്മാരെ അത് ഉൽപ്പാദിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെ നെഹ്റു പറഞ്ഞല്ലേ മോദി പറഞ്ഞത്? അതാ പറഞ്ഞത്. ഇത് കത്ത് കിടക്കുന്നു. ഞാൻ ഇത്തിരി ചുരുക്കിയിട്ടുണ്ട്. അത് പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ ഫോർവേഡ് ഉണ്ട്, മുഖവുര സഹിതം ഇപ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇത് എടുത്തത്. മോദി ഇത് പറഞ്ഞത് സത്യമാണോ എന്ന് അറിയാനായിട്ട് പുസ്തകം എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഖാർഗെ എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. ഒന്നിനും ബോധവും ഇല്ല, വിവരവും ഇല്ല, അവരുടെ പൈതൃകം അറിയില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. അല്ല, കോൺഗ്രസിന് ഈ തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞ സാധനമൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ലെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ആകെ ജയറാം രമേശ് മാത്രമേ ഉള്ളൂ. പിന്നെ എഴുതി കൊടുക്കുന്നവർ മുഴുവൻ ആ ഹർഷ് മന്ദർ എന്ന് പറഞ്ഞൊരുത്തൻ സോണിയാഗാന്ധിയുടെ ഓഫീസിലുണ്ടല്ലോ, മറ്റവന് ആ ജർമ്മനിയിലിരുന്ന് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന റാഠിക്ക് എഴുതി കൊടുക്കുന്ന ആള്, അയാളെ എഴുതി കൊടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഈ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രബന്ധത്തിൽ മനുസ്മൃതിയിൽ നിന്ന് കുറച്ച് ഭാഗം കോട്ട് ചെയ്തിരുന്നു. ഈ സവർക്കറെ എതിർക്കാനായിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ, ഭരണഘടനാ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ശേഷമുള്ള ഭാഗം, അത് ഞാൻ ഇവിടെ ഒരു ചർച്ചയിൽ ഇന്നലെ പറഞ്ഞു. അതിൽ മനുസ്മൃതി അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണെന്നാണ് സവർക്കർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടെങ്കിൽ നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ എടുക്കാം. ഗുണമുള്ളത് എവിടുന്ന് എടുക്കാം. പക്ഷെ അത് പുരാതനമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനുസ്മൃതിയുടെ പിന്നാലെ പോകേണ്ടതില്ല എന്നാണ് തുടർന്നുള്ള ഖണ്ഡിക. ഈ ഖണ്ഡിക മറച്ചു വെച്ചു. ഇതേ ലേഖനത്തിൽ അങ്ങനെയാണല്ലോ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നുള്ള മാത്രം ഭഗവാൻ വരെ ജാതി ഞാൻ ഉണ്ടാക്കിയതാണ്. അടുത്ത വരി പറയത്തില്ല. ഗുണകർമ്മ വിഭാഗം, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജാതി ഉണ്ടാക്കിയിരിക്കുന്നത്, 4 ജാതികളെ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് മറച്ചു വെച്ചിട്ട്, കണ്ടില്ലേ നിങ്ങളുടെ കൃഷ്ണൻ പോലും ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ജാതി വ്യവസ്ഥയ്ക്ക് അനുകൂലമായിരുന്നു, പുള്ളി ഉണ്ടാക്കിയതാണ്, അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട് നമ്മുടെ നാട്ടിൽ. എത്ര പ്രബന്ധങ്ങൾ, ലേഖനങ്ങൾ സവർക്കർ ജാതിക്കെതിരെ, സാമുദായികതക്കെതിരെ എഴുതിയിരിക്കുന്നു. സമുദായ പരിഷ്കരണം, അങ്ങനെയല്ലേ പതിത് പവൻ ക്ഷേത്രം രത്നഗിരിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 1931 ഇവിടുത്തെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് 5 കൊല്ലം മുമ്പേ അദ്ദേഹം ദളിതർക്ക് അവിടെ ക്ഷേത്രം ഉണ്ടാക്കി. അതെ, നിരീശ്വരവാദിയായിരുന്നു. നിരീശ്വരവാദിയും കൂടിയായിരുന്നു, നാസ്തികനായിരുന്നു. കാരണം അവിടുത്തെ സവർണർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല അവരെ. എന്നാൽ പിന്നെ നമുക്കൊരു ക്ഷേത്രം ഉണ്ടാക്കി കൊടുക്കാം. കാരണം അവിടെ വിത്തൽ ക്ഷേത്രത്തിൽ ഇവർക്ക് പ്രവേശനമില്ല. അപ്പൊ പതിത് പവൻ ക്ഷേത്രം പണിതു. ഏതായാലും മോദിക്ക് അങ്ങനെ അബദ്ധമൊന്നും പറ്റില്ല. മോദി പറഞ്ഞതാണ്. പണ്ട് ഓർക്കുന്നില്ലേ, പണ്ടല്ല, 5-6 മാസം മുമ്പ്, തിരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളുടെ ഭൂമിയെല്ലാം ഇവരധികാരത്തിൽ നിങ്ങളുടെ ഭൂമിയൊക്കെ പിടിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന് കൊടുക്കും, നിങ്ങളുടെ താലിമാല പോലും പറിച്ചെടുക്കും,
ഇന്ത്യയിലെ സ്വത്തിൻ്റെ ആദ്യത്തെ അവകാശി അവരാണെന്ന് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടുണ്ട് എന്നൊക്കെ മോദി പറഞ്ഞപ്പോൾ മോദി എന്ത് വർഗീയതയാണ് എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ നിലവിളിച്ചത് കേരളത്തിലുള്ളവരാണ്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് മോദി പറഞ്ഞത് വഖഫിനെ കുറിച്ചായിരുന്നു എന്ന്. ഇവർക്കറിയാമോ മോദി അടിയന്തരാവസ്ഥക്കാലത്തൊക്കെ നമ്മുടെ സുഹൃത്ത് ആർ ബാലശങ്കറിൻ്റെ കൂടെയൊക്കെ ഗവേഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മറ്റേ പ്രവർത്തനങ്ങളുണ്ട്. എന്നാലും പഴയ ലൈബ്രറികളിലൊക്കെ ഡൽഹിയിൽ ധാരാളം ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ് മോദി. അദ്ദേഹത്തിന് ആ പണിയും അറിയാം. ഏതായാലും ഖാർഗെ വീണ്ടും പുലിവാല് പിടിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.